ഹായ് ഡിയർ നീറ്റ് ആസ്പിരൻസ്, നിങ്ങളുടെ റിപ്പീറ്റർ ജേണിയിലെ ഫൈനൽ ലാപ്പിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മോക്ക് എക്സാമിനേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ റിവിഷൻ കഴിഞ്ഞു, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ കഴിഞ്ഞു, നമ്മൾ മോക്ക് എക്സാമിനേഷൻ സീരീസിലേക്ക് എൻ്റർ ചെയ്തു. ഇപ്പോൾ പല കുട്ടികളും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവുന്ന ഒരു വിഷയമാണ് മോക്ക് എക്സാം. ഫുൾ ടോപ്പിക് മോക്ക് എക്സാം എഴുതുമ്പോൾ ഒരു എക്സ്പെക്ട് ചെയ്തൊരു പെർഫോമൻസ് വരുന്നില്ല, വിചാരിച്ചത്ര മാർക്ക് വരുന്നില്ല, എന്ത് ചെയ്തിട്ടും മാർക്ക് ഇൻക്രീസ് ആവുന്നില്ല, ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ മാർക്ക് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് പല കുട്ടികൾക്കും പല റേഞ്ചിലായിരിക്കും. ഇപ്പോൾ 300, 400, 500 ആ ഒരു റേഞ്ചിലൊക്കെ മാർക്ക് സ്റ്റക്കായി നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ വളരെ ഡെസ്പായിരിക്കും, ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും, തുടർന്ന് പഠിക്കാനുള്ള ഒരു താല്പര്യം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അത്തരം കുട്ടികളോടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കേവലം ഒരു മോട്ടിവേഷൻ ആയിട്ടല്ല ഞാനിത് പറയുന്നത്. കൃത്യമായ ഡാറ്റാ ബേസിസിൽ ഈ സൈലത്തിൻ്റെ ഈ പ്രീ മോക്ക് എക്സാമിനേഷൻ സീരീസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ചേഞ്ചസും ആ ചേഞ്ചസ് അതിൻ്റെ മാക്സിമത്തിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. നമ്പർ 1, നിങ്ങൾ ഫുൾ ടോപ്പിക് എക്സാമിനേഷൻ, അതായത് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും മുഴുവൻ ചാപ്റ്റേഴ്സ്, ഒരു 80ഓളം ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് എക്സാമിനേഷൻ, ഫുൾ ടോപ്പിക് എക്സാമിനേഷൻ എഴുതുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഇതുവരെ നിങ്ങൾ 720 എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഫുൾ ടോപ്പിക് 720 നിങ്ങൾ ആദ്യമായിട്ടാണ് എഴുതുന്നത്. അങ്ങനെ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. ഈ മിസ്റ്റേക്കുകളൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ അത് എഴുതി നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് കാരണമാണ് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതും. അത് ഓരോ കുട്ടിക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് വന്നു, നമുക്ക് ആൻസർ കിട്ടി 2 × 10⁻³ ആ 2 × 10⁻³ ആണ് നമ്മുടെ ആൻസർ. പക്ഷെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കണ്ടത് 2 × 10⁻³ ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ 3 നമ്മൾ -3 ആയിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ കണ്ടപ്പോൾ തോന്നിപ്പോയി, നമ്മൾ ബബിൾ ചെയ്തു. വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ റിയലൈസ് ചെയ്തു ഇതല്ല ആൻസർ, പക്ഷേ നമ്മൾ ബബിൾ ചെയ്തു പോയി. അപ്പോൾ അത് നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ 3rd ഓപ്ഷനാണ്, സി ആണ് ഓപ്ഷൻ എങ്കിൽ നമ്മൾ ബബിൾ ചെയ്തപ്പോൾ നമ്മൾ അറിയാതെ 2 ആയിപ്പോയി. അതും ഒരു കുട്ടിക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കാണ്. യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ വിട്ടുപോയി. യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഓപ്ഷനിൽ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ അത് ബബിൾ ചെയ്തു. പിന്നെ നിങ്ങൾ റിയലൈസ് ചെയ്തു, പക്ഷേ ബബിൾ ചെയ്തു പോയി. അപ്പോൾ ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം സെന്റൻസുകളൊക്കെ വായിക്കുമ്പോൾ പല കുട്ടികളും പറയാറുണ്ട് വിത്തിൻ ഇൻ ദ റീജിയൻ അല്ലെങ്കിൽ വിത്തിൻ ഇൻ ദ റീജിയൻ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ലെറ്റർ ഇൻ എന്ന് പറയുന്നത് വിത്തും വിത്തിനും ആ ഒരു സാധനം വായിക്കാൻ വിട്ടുപോയതിൻ്റെ പേരിൽ ആൻസർ മാറിപ്പോയി എന്നൊക്കെ പല കുട്ടികളും പറയാറുണ്ട്. അങ്ങനെ സെൻറ്റൻസിൻ്റെ ഓരോ ഏരിയയും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ, ഇതൊന്നും അല്ലാത്തൊരു മിസ്റ്റേക്ക് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ, നിങ്ങളുടെ പേഴ്സണൽ മിസ്റ്റേക്കുകൾ, നിങ്ങളെ നേച്ചർ കൊണ്ട്, നിങ്ങളെ എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങളെ കെയർലെസ്നെസ്, ഒരു കുട്ടിയുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന മിസ്റ്റേക്ക് വേറൊരു കുട്ടിക്ക് അത് സംഭവിക്കണമെന്നില്ല. അത് തികച്ചും ഡിഫറൻ്റ് ആയിരിക്കും, തികച്ചും ഇൻഡിവിജ്വൽ ആണ്. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളൊക്കെ വരാനുള്ള ഓപ്പർച്യൂണിറ്റി, അതായത് ആ മിസ്റ്റേക്കുകളൊക്കെ മാക്സിമം പുറത്തു വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ മോക്ക് എക്സാമിനേഷൻ സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ മിസ്റ്റേക്കുകളും ആദ്യത്തെ 1, 2, 3 പരീക്ഷയിൽ വരട്ടെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ മാർക്ക് കുറയും. അതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള കാരണം നിങ്ങൾക്ക് പറ്റിയ സില്ലി മിസ്റ്റേക്കുകളാണ്. ഈ മിസ്റ്റേക്കുകൾ ഒരു തവണ വന്നെങ്കിലേ നമുക്കൊരു അവയർനെസ് ഉണ്ടാവുള്ളൂ, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഒരു സ്റ്റുഡൻ്റ് എക്സാമിനേഷൻ എഴുതുന്നു, ആ കുട്ടി ആദ്യത്തെ പരീക്ഷയിൽ ഫിസിക്സിൽ പ്രോബ്ലം ചെയ്തപ്പം കുറച്ച് മിസ്റ്റേക്കുകൾ വന്നു. അപ്പോൾ ആ മിസ്റ്റേക്ക് എന്താണെന്ന് ആ കുട്ടി നോട്ട് ചെയ്ത് വെക്കണം. ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കിയിട്ട് ആ കുട്ടി നോട്ട് ചെയ്ത് വെക്കണം. ബയോളജി എഴുതിയപ്പോഴും കുറേ മിസ്റ്റേക്ക് വന്നു, അത് നോട്ട് ചെയ്ത് വെച്ചു. കെമിസ്ട്രി എഴുതിയപ്പോഴും കുറേ മിസ്റ്റേക്കുകൾ വന്നപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ചെറിയ റിയാക്ഷൻ, ഒരു ചെറിയൊരു റിയേജൻറ്റ് മാറിപ്പോയാൽ, ചെറിയൊരു കാറ്റലിസ്റ്റ് മാറിപ്പോയാൽ നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളാണ്. അപ്പോൾ അത് എന്താണ് ആ മിസ്റ്റേക്ക്, എനിക്ക് എന്താണ് പറ്റുകയെന്ന് അറിയണമെങ്കിൽ ഒരു എക്സാം എഴുതി, 2 എക്സാം എഴുതി, അതിൽ പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ നമ്മളൊരു നോട്ട് ചെയ്തിട്ട് മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കി നമ്മൾ വെക്കണം. ആ മിസ്റ്റേക്കുകൾ അടുത്ത എക്സാമിനേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അവയർനെസ് ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. അത് ഈ ഒരു എക്സാമിനേഷൻ എഴുതിയിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ഇന്ന മിസ്റ്റേക്കുകളാണ് എനിക്ക് വരാൻ സാധ്യതയുള്ളത്, അത് ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അവയർനെസ് വരും. അപ്പോൾ ആദ്യത്തെ 3 പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള കാരണം എന്താണ്? ഇത്തരം സില്ലി മിസ്റ്റേക്കുകളാണ്. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ ഉൾക്കൊണ്ടിട്ടാണ് നിങ്ങൾ 4ാമത്തെ പരീക്ഷ എഴുതാൻ പോകുന്നതെങ്കിൽ ആ 4ാമത്തെ പരീക്ഷയിൽ ഈ മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾ വരുത്താൻ ഒരു പരിധി വരെ, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു പരിധി വരെ, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു മിസ്റ്റേക്കുകൾ വരരുത് എന്നുള്ള നമ്മളെ മനസ്സിൽ അത് ഉണ്ടാവും. ഒരു പരിധി വരെ ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്താതെ തന്നെ എക്സാമിനേഷൻ എഴുതും. അപ്പോൾ നിങ്ങളൊരു 4-5 പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളെ മാർക്ക് ഇപ്പോൾ ആദ്യത്തെ പരീക്ഷ എഴുതുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഒരു 4-5 പരീക്ഷ എഴുതുമ്പോഴായിരിക്കും നിങ്ങളുടെ മിസ്റ്റേക്കുകളൊക്കെ റെക്ടിഫൈ ചെയ്ത് വരിക. ആ പ്രോസസ്സ് അങ്ങനെ നടന്നു പോകണം. അപ്പം നീറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള, നിങ്ങളുടെ പേഴ്സണലി വരാൻ സാധ്യതയുള്ള എല്ലാ മിസ്റ്റേക്കുകളും ഒരു തവണ വന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ 10
മോക്ക് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 2-3 പരീക്ഷയിൽ ഒരു 4 പരീക്ഷ വരെ നിങ്ങൾ കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ. ആ മിസ്റ്റേക്കുകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ആ മിസ്റ്റേക്ക് കാരണമാണ് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് കുറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മാർക്ക് കുറഞ്ഞത് ഒരു നെഗറ്റീവായ കാര്യമല്ല. നിങ്ങൾ ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്നൊക്കെ കിട്ടിയില്ലേ, ഇതിപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്ക് കാരണമാണ്. ആ മിസ്റ്റേക്ക് തിരുത്താനുള്ള ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് കാരണം നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ടതേ ഇല്ല. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് ആ മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്തൊരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കിയിട്ട് അടുത്ത എക്സാമിലേക്ക് ആ മിസ്റ്റേക്കുകളൊന്നും ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകണം. അപ്പം ആ സെൻസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വരുത്തിയ അല്ലെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ മാർക്ക് നിങ്ങൾ ആ ഒരു കാരണവശാലും നിങ്ങൾ അത് ആലോചിച്ചിട്ട് ടെൻഷൻ ആവേണ്ടതില്ല. അത് കാരണം നിങ്ങൾ പഠിക്കാതിരിക്കരുത്, അപ്പോഴാണ് പ്രശ്നം വരിക. നിങ്ങൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി അടുത്ത എക്സാമിനേഷനിൽ ഇതൊന്നും വരുത്തില്ല എന്ന് ഉറപ്പിച്ച് ആ ഒരു മോട്ടിവേഷനോട് കൂടി നിങ്ങൾ അടുത്ത എക്സാമിനെ സമീപിക്കണം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെ മാർക്ക് കൂടും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ മൊത്തം 180 ചോദ്യം നമ്മൾ സോൾവ് ചെയ്യുന്നു. ഈ 180 ചോദ്യം 180 കോൺസെപ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ആ 180 ക്വസ്റ്റ്യൻസ് എഴുതിയ എക്സ്പീരിയൻസിലാണ് മോക്ക് എക്സാമിനേഷൻ നമ്പർ 2 എഴുതാൻ പോകുന്നത്. മാത്രമല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസും നമ്മൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസും ആ എക്സാമിനേഷൻ കഴിഞ്ഞ ഉടൻ വരുന്ന സൊല്യൂഷൻ വീഡിയോ നോക്കിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 45 ചോദ്യത്തിൽ നിങ്ങളൊരു 36 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുള്ളൂ എന്ന് കരുതി. അത്രയും കോൺസെപ്റ്റേ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ. ബാക്കി അറിയാത്ത കോൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോയ കോൺസെപ്റ്റുകളാണ്. നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻ വീഡിയോ വരുമ്പം ആ കോൺസെപ്റ്റുകൾ നിങ്ങൾ അങ്ങ് പഠിച്ചേക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കരുത്, അയ്യോ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ചിലപ്പം ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു അപ്രോച്ച്. അങ്ങനെ ഒരു അപ്രോച്ച് ഇതിന് മുമ്പ് നിങ്ങൾ പഠിച്ച എവിടെയും നിങ്ങൾ ഇങ്ങനെ ഒരു അപ്രോച്ച് ഒരു പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരും, എന്താ അറിയോ, അയ്യോ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്കിത് അറിയില്ലല്ലോ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ അതിനെ കാണേണ്ടത്. ഞാൻ ഇത്രയും പഠിച്ചു, ഈ ഒരു സംഭവം എനിക്ക് വിട്ടുപോയിരുന്നു, ഈ ഒരു എക്സാമിനേഷനിലൂടെ ഈ ഒരു ചോദ്യത്തിന്റെ സൊല്യൂഷൻ കണ്ടപ്പോൾ ഞാൻ അതും കൂടെ പഠിച്ചു, അപ്പം ഞാൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി. ആ രൂപത്തിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. അപ്പോൾ ഒരു എക്സാമിനേഷൻ കഴിയുന്നു, അതിന്റെ സൊല്യൂഷൻ വീഡിയോ നോക്കിയിട്ട് കിട്ടാത്തയും തെറ്റിപ്പോയ ചോദ്യങ്ങളും കൃത്യമായിട്ട് സൊല്യൂഷൻ നോക്കി പഠിക്കുന്നു. അത് പഠിച്ച് അത് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് അടുത്ത എക്സാമിനേഷൻ ചെയ്യുന്നത്. അവിടെയും നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളുണ്ടാവും, അവിടെയും നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളും തെറ്റിപ്പോയ ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അടുത്ത ദിവസം അതിന്റെ സൊല്യൂഷൻ വീഡിയോ വരുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സൊല്യൂഷൻ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ സൊല്യൂഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് തെറ്റിപ്പോയ കോൺസെപ്റ്റും അറിയാത്ത കോൺസെപ്റ്റും പഠിച്ചേക്കും. അപ്പോൾ ബയോളജി ഒക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ 4 ഓപ്ഷൻസിൽ ശരിയായ ഓപ്ഷൻസിന്റെ കാരണവും ബാക്കി 3 ഓപ്ഷൻ തെറ്റാനുള്ള കാരണവും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 4 ക്വസ്റ്റ്യൻ ചെയ്ത എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ 4 ചോദ്യം ചെയ്യാനുള്ള ഒരു നോളജ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകുന്നു, 3ാമത്തെ പരീക്ഷ ചെയ്യുന്നു, ഇതേ പ്രോസസ്സിലൂടെ 4ാമത്തെ പരീക്ഷ 5, 6, 7 അങ്ങനെ എഴുതി പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10 പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് 1800 ക്വസ്റ്റ്യൻസ്, 180 ക്വസ്റ്റ്യൻസ്, 180 into 10, 1800 ക്വസ്റ്റ്യൻസ്, അതായത് നീറ്റ് സിലബസിൽ 1800 ക്വസ്റ്റ്യൻസ്, 1800ഉം റിപ്പീറ്റേഷൻ ഇല്ലാതെ, ഒരു മോക്ക് എക്സാമിന് ചോദിച്ച ചോദ്യം ഒറ്റ ചോദ്യം പോലും റിപ്പീറ്റേഷൻ ഇല്ലാതെയാണ് അടുത്ത മോക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സൈലത്തിന്റെ 10 മോക്ക് എക്സാമിനേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നില്ല. അപ്പോൾ 10 മോക്ക് എക്സാമിലെ 1800 ചോദ്യങ്ങളും 1800 ഇൻഡിവിജ്വൽ കോൺസെപ്റ്റുകളാണ്. റിപ്പീറ്റേഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ്, അത് പിന്നെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ 1800 കോൺസെപ്റ്റുകളാണ്. ഇത്രയും കോൺസെപ്റ്റുകൾ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ചെയ്ത എക്സ്പീരിയൻസിലാണ് ഒരു 11ാമത്തെ മോക്ക് എക്സാം എഴുതുന്ന ആ ഒരു ലാഘവത്തോടുകൂടി, ആ ഒരു ഫീലോടുകൂടി, പ്രഷറോ മറ്റു ഒരു ആൻസൈറ്റിയോ ഒരു പേടിയോ ഇല്ലാതെ നിങ്ങൾക്ക് ഫെയർ നീറ്റിനെ സമീപിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എന്താ വെച്ചാൽ 10 മോക്ക് എക്സാം എഴുതി ഒരു 11ാമത്തെ മോക്ക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന പോലെ നിങ്ങൾ ഫെയർ നീറ്റ് എഴുതാൻ പോകാം. അപ്പോൾ നിങ്ങൾ നിങ്ങളെ മനസ്സിൽ വരേണ്ട ഫീലിംഗ് എന്താണ്, ഇത്രയും 1800ഓളം ക്വസ്റ്റ്യൻസ് ചെയ്ത പ്രാക്ടീസ് ഉണ്ട്, അതിലില്ലാത്തൊരു ചോദ്യം പോലും നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് പരീക്ഷയ്ക്കില്ല. അതിൽ വരാത്ത ഒരു കോൺസെപ്റ്റോ, അതിൽ വരാത്തൊരു ഇക്വേഷനോ, അതിൽ വരാത്തൊരു സ്റ്റേറ്റ്മെന്റോ നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് പരീക്ഷയിൽ വരില്ല. അപ്പോൾ ഇത്രയും ചെയ്തു വെച്ച ഇനി ഇത് കൂളായിട്ട് എഴുതും, എനിക്കിതൊരു വിഷയമല്ല എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഈ 10ഓളം മോക്ക് എക്സാമിനേഷൻ എഴുതാൻ നമുക്ക് ഒരു 20-22 ദിവസം സമയം എടുക്കും. കാരണം ഒരു മോക്ക് എക്സാം എഴുതി ഒരു ഗ്യാപ്പ്, പിന്നെ അടുത്ത മോക്ക് എക്സാം ഒരു ഗ്യാപ്പ്, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും 1-2 ദിവസം നമുക്ക് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ, ഒരു ലീവ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈസ്റ്റർ, വിഷു പോലത്തെ ലീവൊക്കെ വന്നു കഴിഞ്ഞാൽ അതും കൂടെ നോക്കിയിട്ട് നമ്മളൊരു 25ഓളം ദിവസം എടുക്കും ഈ മോക്ക് എക്സാമിനേഷൻ സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ 25 ദിവസവും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകുക. ഓരോ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റും പഠിച്ച് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷൻ
എക്സാമിന് 720 ഔട്ട് ഓഫ് 720 തന്നെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. 700+ സ്കോർ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഒരു കൺസിസ്റ്റൻസി തീർച്ചയായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത്രയും ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 720 ഔട്ട് ഓഫ് 720 അല്ലെങ്കിൽ 700+ മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അങ്ങനെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതി പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ എല്ലാം വളരെ കൃത്യമായി ഫൈനായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക, മറ്റൊന്നും ഓർത്ത് ടെൻസ്ഡ് ആവാതിരിക്കുക. നമ്മുടെ ഫൈനൽ നീറ്റിന് നിങ്ങൾ നേടാൻ പോകുന്ന ആ ഒരു വലിയ സ്കോർ, ആ ഒരു ഗ്ലാമറസ് റിസൾട്ടിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നിങ്ങൾ ഡെസ്പ് ആവുന്ന സമയത്ത്, ഡൗൺ ആവുന്ന സമയത്ത് ആ ഒരു ഇൻസ്പിറേഷൻ, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്ലഷറിനെ കുറിച്ചൊക്കെ ആലോചിച്ച് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക. അടിപൊളിയായിട്ട് ഓരോ എക്സാമിനേഷനും എഴുതി തീർക്കുക. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെക്നിക്കലി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്.